മാസ്റ്റർബേഷൻ ശരിയാണോ അല്ലെങ്കിൽ മാസ്റ്റർബേഷൻ ഒരു സിന്നാണോ? മാസ്റ്റുബേഷൻ മതങ്ങളുടെ ഇതിൽ നോക്കാൻ ചില മതങ്ങളുടെ ഇതിൽ നോക്കുകയാണെങ്കിൽ എസ്പെഷ്യലി ക്രിസ്ത്യൻ മതത്തിലൊക്കെ ഡയറക്റ്റ് പഠിപ്പിക്കുന്നുണ്ട് മാസ്റ്റുബേഷൻ ഒരു സിന്നാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ മെഡിക്കൽ സയൻസിൽ സൈക്കോളജിയിൽ മാസ്റ്റുബേഷൻ ഇസ് എ നോർമൽ ആയിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. ഇന്ന് മാത്രമല്ല അതിൻ്റെതായ ബെനിഫിറ്റുകളുണ്ട്. നമുക്ക് നമ്മുടേതായ ഓൺ പ്ലഷർ മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാതെ നമ്മളൊരു എക്സ്ട്രാ മാരിറ്റൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പിലൊക്കെ പോകാതെ നമ്മൾക്ക് നമ്മുടേതായൊരു ഇതിൽ സ്പേസിൽ കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മാസ്റ്റുബേഷൻ. പുരുഷന്മാരും സ്ത്രീകളും മാസ്റ്റുബേറ്റ് ചെയ്യുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി പുരുഷന്മാരുടെ എണ്ണമാണ് കൂടുതൽ. ഓൾമോസ്റ്റ് 75% പുരുഷന്മാർ മാസ്റ്റുബേറ്റ് ചെയ്യുന്നുണ്ട്. സ്ത്രീയെ സംബന്ധിച്ച് ഇപ്പോൾ അത് അധികം 45 ആകുമ്പോൾ ഒരു 60% സ്ത്രീകളും മാസ്റ്റുബേറ്റ് ചെയ്യുന്നുണ്ട്. പുരുഷന് പിന്നെ ഇത് ചെയ്യാൻ കുറച്ചുകൂടി കംഫർട്ടാണ്. കാരണം അധികം സ്പേസും വേണ്ട, അധികം ടൈമും വേണ്ട. സ്ത്രീയെ സംബന്ധിച്ച് കുറച്ചുകൂടി പ്രൈവസി ആവശ്യമുള്ളതുകൊണ്ടും അതുകൊണ്ട് ആ ഒരു ഏരിയയിൽ അത്രം പുരുഷൻ്റെ അത്രം വരുന്നില്ല. മാസ്റ്റുബേഷനെ സംബന്ധിച്ച് നമുക്ക് ബോഡി റിലാക്സ് ആകാനും സ്ട്രെസ് ഹോർമോണുകൾ കുറയ്ക്കാനും നമ്മുടെ കുറേ അനാവശ്യമായ സ്ട്രെസ് റിലീഫ് ആവാനും നമ്മൾ അത് കഴിഞ്ഞ് ഈ ഇത് കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ തന്നെ കുറേ ആങ്കർ ഇറിറ്റേഷൻ ഇതൊക്കെ മാറ്റിക്കളയാനും ഏറ്റവും നല്ലൊരു സാധനമാണ്. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ എന്തും ഒരു കമ്പൾസറി ബിഹേവിയർ ആവുമ്പോൾ പ്രശ്നമാണ്. ഡെയിലി മാസ്റ്റുബേറ്റ് ചെയ്യുന്നത് കുഴപ്പമില്ല. ഡെയിലി മൾട്ടിപ്പിൾ ടൈം മാസ്റ്റുബേറ്റ് ചെയ്യുന്നതാണ് പ്രശ്നമാണ്. അത് പ്രശ്നമല്ല, അതൊരു ശീലമായിട്ട് മാറും. ഈ ശീലമായിട്ട് വരുമ്പോൾ ചിലർ അവനവൻ്റെ സ്ട്രെസ്സിനെ റിലീസ് ചെയ്യാൻ, കാരണം നമ്മൾ മാസ്റ്റുബേറ്റ് ചെയ്യുമ്പോൾ ഒരു പ്ലഷറാണ്, അത് റിവാർഡാണ് ബ്രെയിന് കിട്ടുന്നത്. ഈ റിവാർഡ് മോർ എന്ന് പറയും. എപ്പോഴൊക്കെ സ്ട്രെസ്സിൽ വരുന്നോ ഇതിലേക്ക് വരും. പിന്നെ ഒരു കമ്പൾസറി ബിഹേവിയർ ആവർത്തിച്ച് ചെയ്യുന്നൊരു ബിഹേവിയറിലേക്ക് ഒത്തിരി പേര് എൻ്റെ അടുത്ത് വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. സ്ത്രീകളിലുണ്ട്, പുരുഷന്മാരിലുണ്ട്. അത് വരുമ്പോൾ അതൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ മാസ്റ്റുബേഷൻ ഒരു ശീലമായൊരു പുരുഷൻ, വളരെ ശീലമായൊരു പുരുഷൻ പിന്നെ നോർമൽ സെക്സിനോട് താല്പര്യം കുറഞ്ഞു വരുന്നത് കണ്ടിട്ടുണ്ട്. കാരണം അവന് ഈ പ്ലഷർ പെട്ടെന്ന് കിട്ടി അവൻ സാറ്റിസ്ഫൈഡ് ആയിരുമ്പോൾ ടൈം എടുത്തൊരു സെക്സിനോട് അവന് താല്പര്യം കുറയുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ മിക്കവരും ചിലപ്പോൾ വന്നിട്ട് ഇങ്ങനെ സ്ത്രീകൾ പറയും ഹസ്ബൻഡ് ഇതിന് താല്പര്യമില്ല എന്ന് പറയും. പിന്നീട് ഇതിലേക്ക് അന്വേഷിച്ച് വരുമ്പോൾ ഹസ്ബൻഡ് ഓൾറെഡി മാസ്റ്റുബേഷൻ അഡിക്റ്റഡ് ആണ്. അപ്പോൾ ഈ അഡിക്ഷൻ ബിഹേവിയർ പിന്നെ ഈ നോർമൽ സെക്ഷനോടുള്ള താല്പര്യം അയാൾ ഡിസയർ കുറയ്ക്കുന്നതായിട്ട് നല്ലപോലെ കണ്ടിട്ടുണ്ട്. കാരണം ഓൾറെഡി ആൾക്കാർ റിവാർഡ് ഹോർമോൺ ഡോപ്പാമിൻ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇനി അങ്ങനെ ടൈം എടുത്തൊരു സെക്സിലേക്ക് പോയി എനിക്ക് കിട്ടണ്ട എന്നൊരു അവസ്ഥയിലേക്ക് വരുന്നൊരവസ്ഥ വന്നിട്ടുണ്ട്.